നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധി പറയുന്നത് മെയ് 6ലേക്ക് മാറ്റി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. തിരുവനന്തപുരം പൂവച്ചൽ പുളിങ്കോട് ഭൂമിക വീട്ടിൽ പ്രിയരഞ്ജനാണ് കേസിലെ പ്രതി. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ 15 വയസ്സുകാരൻ ആദിശേഖറിനെ പ്രിയരഞ്ജൻ മനഃപൂർവ്വം കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. പൂവച്ചൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് 2023 ഓഗസ്റ്റ് 30-ന് ആദിശേഖറിനെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ വെച്ച് പ്രിയരഞ്ജൻ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. SSLC പരീക്ഷാഫലം മെയ് 9-ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 2025 ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ ശേഷം മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു. പാലക്കാട് നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടൽ. പുതിയ ഭിന്നശേഷി സൗഹൃദ കെട്ടിടത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിന്റെ പേരിലായിരുന്നു തമ്മിൽ തല്ല്. കെട്ടിടത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനമെടുത്ത ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗത്തിലായിരുന്നു പ്രശ്നങ്ങൾ. കൗൺസിലിൽ അവതരിപ്പിക്കാതെ പേര് നൽകിയെന്നത് മുൻപും പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. കാനഡയിൽ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിക്ക് ഭരണ തുടർച്ച. CBC, CTV തുടങ്ങിയ കനേഡിയൻ മാധ്യമങ്ങൾ ലിബറൽ പാർട്ടി അടുത്ത സർക്കാർ രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കി. കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയർ പൊളിയേവ് പരാജയം അംഗീകരിക്കുകയും പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അഭിനന്ദിക്കുകയും ചെയ്തു. പോരാട്ടം തുടരുന്നതിൽ അഭിമാനമെന്നും 20 സീറ്റുകളിൽ മികച്ച നേട്ടമുണ്ടായി എന്നും 1988-ന് ശേഷം ഏറ്റവും ഉയർന്ന വോട്ട് വീതം ലഭിച്ചുവെന്നും പിയർ പൊളിയേവ്. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ഒരു രാജ്യം സ്പൈവെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് സുപ്രീം കോടതി. സ്പൈവെയർ ആർക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലാണ് യഥാർത്ഥ ആശങ്ക നിലനിൽക്കുന്നതെന്നും പെഗാസസ് കേസിൽ വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചു. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും വിഷബാധ, 6 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. മാർച്ച് 29-നാണ് സി അടക്കം 6 പേർക്ക് പട്ടിയുടെ കടിയേറ്റത്. കടിയേറ്റ മറ്റ് 5 പേർക്കും നിലവിൽ അസ്വസ്ഥതകളൊന്നും ഇല്ലെന്നാണ് റിപ്പോർട്ട്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 7-ന് വത്തിക്കാനിൽ നടന്ന കർദിനാൾമാരുടെ യോഗത്തിലായിരുന്നു തീരുമാനം. 80 വയസ്സിൽ താഴെ പ്രായമുള്ള 135 കർദിനാൾമാരാവും കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി ഉയർത്തപ്പെടും. ആർക്കെങ്കിലും നിശ്ചിത ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ കോൺക്ലേവ് തുടരണമെന്നാണ് നിയമം. കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിലേക്കുള്ള വിശ്വാസികളുടെ പ്രവേശനം നിരോധിച്ചു. പുലിപ്പല്ല് കൈവശം വെച്ച സംഭവത്തിൽ റാപ്പ് ഗായകൻ വേടനെതിരെ വനംവകുപ്പ് 7 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റം ചുമത്തി. വേടൻ അണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതോടെ വനം വന്യജീവി വകുപ്പ് കേസെടുത്ത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വേടനെയും മറ്റ് 8 പേരെയും കഴിഞ്ഞ ദിവസം കഞ്ചാവുമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനിടയിലാണ് വേടൻ അണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയത്. തുടർന്നാണ് വനംവകുപ്പിന്റെ ഇടപെടലുണ്ടായത്. വേടനെ 2 ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ രേഖാചിത്രങ്ങൾ മലയാളിയുടെ ക്യാമറയിൽ പതിഞ്ഞു. പൂനെയിലെ സ്ഥിരം താമസക്കാരനായ ശ്രീജിത്ത് രമേശിന്റെ ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പഹൽഗാമിൽ ആക്രമണം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പാണ് ഭീകരരുടെ ദൃശ്യങ്ങൾ ഇയാളുടെ ക്യാമറയിൽ പതിയുന്നത്. സുരക്ഷാ സേന പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതാണ് ശ്രീജിത്ത് തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ ഇയാൾ വിവരം NIA അറിയിക്കുകയും ചെയ്തു. കൂടാതെ ദൃശ്യങ്ങളും അയച്ചു കൊടുത്തു. ഏപ്രിൽ 18-നായിരുന്നു ശ്രീജിത്ത് കുടുംബമായി കാശ്മീരിൽ അവധിക്ക് പോയത്. അവിടെ വെച്ച് ദൃശ്യങ്ങൾ എടുത്തിരുന്നു. അപ്പോഴാണ് അതുവഴി കടന്നുപോയ ഭീകരരുടെ ദൃശ്യങ്ങളും ക്യാമറയിൽ പതിയുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടിയുണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. ഇന്ത്യയിൽ നിന്ന് ഉടൻ സൈനിക ആക്രമണം ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്.
ഭീകരവാദികളിൽ 2 പേർ പാകിസ്ഥാൻകാരാണെന്നും ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം.